എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൂമിൽ നിന്ന് തന്നെ രാവിലെ എല്ലാ ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലീവ് കിട്ടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് തിരിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിതാ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ബാഗെല്ലാം എടുത്തിട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയതായിരുന്നു. ബസ് കയറിയിട്ട് ബസ്സിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെക്കേഷന് വേണ്ടി പോവുകയാണ്. ബസ് അത് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിന് കയറിയിട്ട് വേണം പോകാൻ. അങ്ങനത്തെ പെട്ടെന്ന് തന്നെ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ബസ്സിലേക്ക് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. നമ്മളെ കൂടെ വേറെ നമ്മളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെ നമുക്ക് സീറ്റെല്ലാം കിട്ടി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഏരിയയിൽ നമ്മളെ ബസ് നിർത്തുന്നതാണ്. നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ നേരെ റെയിൽവേക്ക് ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാണ്ട്. അപ്പോൾ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ട്രെയിനിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ മംഗലാപുരത്ത് നിന്ന് നേരെ കോഴിക്കോടിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് നമ്മൾ നേരെ നമ്മളെ സ്വന്തം നാടായ വയനാട്ടിലേക്ക് പോകുന്നില്ല. നമുക്ക് കോഴിക്കോട് ഒരു ചെറിയ ഫംഗ്ഷന് വരുന്നുണ്ട്. അതേപോലെ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഒരു ഹൈലൈറ്റ് സർപ്രൈസ് കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ ട്രെയിന് 11:05 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറണം. അങ്ങനെ ഫ്രണ്ട്സ്, നേരെ നമ്മൾ ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഏരിയയിൽ ഒരുപാട് തിരക്കാണ്. അപ്പോൾ നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ കയറിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇനി കോഴിക്കോട്ടിലേക്കാണ് പോകുന്നത്. കോഴിക്കോടിലേക്ക് ഫാമിലി കൂട്ടാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ ഫ്രണ്ട്സ്, ഒരു നീണ്ട 4-4.5 മണിക്കൂറിന് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ട്. ആ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വിശക്കുന്നുണ്ട്. നമ്മൾ വേഗം വരണം കൊണ്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും കയ്യിൽ വെച്ചിട്ടില്ല. അതേപോലെ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാനും വേണ്ടി പറ്റിയിട്ടില്ല. കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും പണി ആവേണ്ട വെച്ചിട്ട് ട്രെയിൻ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഒരു ബിരിയാണി വാങ്ങിച്ചങ്ങ് കഴിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. നമ്മളെ കോസ്റ്റ്യൂമെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിഞ്ഞൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളവിടെ കോഴിക്കോടാണ് നമ്മളെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നീണ്ട ഒരു 3-3.5 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ ഇപ്പം അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉപ്പയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ കോഴിക്കോടേക്ക് പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫംഗ്ഷന് പോകും. വൈകുന്നേരമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കിടിലൻ മാരേജാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിവിടെ നിന്ന് നേരെ നമ്മളെ ഫംഗ്ഷൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ആ ഒരു ഫംഗ്ഷൻ്റെ ഏരിയയിലേക്ക് നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ് ആണ് നമ്മളെ പരിപാടി പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് വലിയ വലിയ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു നല്ലൊരു കിടിലൻ കല്യാണമാണ്. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് അപ്പം കയറി വരും തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ ജ്യൂസസ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു കിടിലൻ കല്യാണമാണ്. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനാണ്. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ ഫുഡ് സെക്ഷനെല്ലാം വരുന്നത്. അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നല്ല ഗംഭീര കല്യാണം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആരതാ എന്താണെന്നൊക്കെ നമുക്ക് വയ്യെ പറഞ്ഞുതരാം. ഫുഡിൻ്റെ സെക്ഷനൊക്കെ വേറെ ലെവലാണ്. അതേപോലെ തന്നെ കായലിൻ്റെ അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നമുക്ക് ഫുഡിൻ്റെ ലൊക്കേഷനും കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മറിയൻ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. കോഴിക്കോട് തന്നെ വരുന്ന ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു കിടിലൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതിൻ്റെ പുറകു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. വന്നത് ഒരു കിടിലൻ കായൽ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അതിമനോഹരമായൊരു വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു വൈബാർന്നൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ അവിടെ ഒരു ചെറിയ തോണിയെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകുഭാഗം എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാരേജ് ആരുതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഫ്രണ്ടാണ് നമ്മൾ മാരേജിന് ക്ഷണിച്ചിട്ടുള്ളത്. ഫാമിലി ആയിട്ട് ക്ഷണിച്ചതാണ്.
അങ്ങനെ ഫ്രണ്ട്സ് ഫുഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്ന് ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബൊഫേ സിസ്റ്റത്തിലാണ് നമ്മുടെ എല്ലാ ഫുഡിൻ്റെ സംഭവം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്താ പറയുക, ഫുഡ് ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റംസും ഇല്ല. നമുക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ട്. കടിയാണെങ്കിൽ അങ്ങനെ, റൈസ് ആണെങ്കിൽ അങ്ങനെ, കറിയിൽ തന്നെ നമുക്ക് ചിക്കൻ്റെ ഐറ്റം, ബീഫിൻ്റെ ഐറ്റംസ്, മട്ടൻ്റെ ഐറ്റംസ്, മീനിൻ്റെ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയ ഫുഡാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ കടീൻ്റെ ഐറ്റംസ് ഓരോന്നായി എടുത്ത് അതിൻ്റെ ടച്ചിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ കട്ട് ഫ്രൂട്ട്സ് ആണ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം അതിൻ്റെ ഉള്ള ടച്ചിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ നമ്മൾ ഫുഡെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നല്ല കിടിലൻ ഫുഡാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലബാർ കിച്ചൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ നാടൻ രീതിയിലുള്ള ഫുഡുകൾ, അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ഫുഡുകൾ വരുന്നുണ്ട്. അതേപോലെ നമ്മളെ ഡെസേർട്ട് ആയിട്ടുള്ള ഫുഡുകൾ വരുന്നുണ്ട്. ഇതേപോലത്തെ കേക്ക്, ബിസ്ക്കറ്റ്, പായസം, അതേപോലത്തെ മധുര പലഹാരങ്ങൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മളെ ഹോളിൻ്റെ ഒരു ഫുൾ ഓവർ ലുക്ക് എന്ന് പറയുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയ നല്ല കിടിലൻ ഒരു ഹോളാണ്. ഹോള് നല്ല ഈ ഒരു ഫുഡ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ലൈവ് ദോശകളുണ്ട്. അതുതന്നെ പല വെറൈറ്റിയിലുള്ള ദോശകൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ചൂടോടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫുഡ് വന്ന് ലൈവായിട്ട് അവിടെ തന്നെ വാങ്ങിച്ച് അങ്ങനെ കഴിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള ഫുഡാണ്. അങ്ങനെ ഫുഡുകളൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ പുറകു ഭാഗത്തേക്ക് വന്ന് അങ്ങനെ ഇതാണ് നമ്മുടെ മാരേജിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പെണ്ണും ചെക്കനാണ് സെൻറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ മറ്റേ സ്വർണം കൊടുക്കുന്ന എല്ലാ ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട്, നമ്മൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ ഒരുപാട് കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. കായലിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഒരുപാട് പ്രീമിയം വെഹിക്കിൾസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും പോകുന്ന വണ്ടി എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങല്ല, ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു കല്യാണമാണ്. അപ്പോൾ നമുക്ക് ഇന്നാണ് ക്ഷണം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന് ആ പരിപാടിയിലെല്ലാം പങ്കെടുത്ത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് നൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്റ്റേ ആക്കിയിട്ട് ബ്രദറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബ്രദർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട് വരുന്നതാട്ടോ ബ്രദർ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഇവിടെ നിന്ന് പിക്കാക്കി നമ്മൾ നേരെ കോഴിക്കോട് ഒരു ഫുഡിൻ്റെ സ്പോട്ട് പോയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ വയനാട്ടിലത്തെ വിശേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.